5.5 ലക്ഷം രൂപ കൊടുത്തത്. 19 ഡിസംബർ വണ്ടി. 19 ഡിസംബർ വണ്ടി നിങ്ങൾക്ക് സിംഗിൾ ഓണർ വണ്ടി. 5.5 ലക്ഷം രൂപ കേട്ടോ. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഡീസലില് ലോ കിലോമീറ്റർ ആണ്. 68,000 കിലോമീറ്റർ കമ്പനി സർവീസ്, 0 ക്ലെയിം വെഹിക്കിൾ. അതെ അല്ലെ. പിന്നെ പ്രൈസ് ആണ് അറിയേണ്ടത്. പ്രൈസ് നമുക്ക് 1,90,000 രൂപ കൊടുത്തേക്കാം. 14 വണ്ടി അല്ലേ? 14 വണ്ടി മാഗ്ന പ്ലസ് ഫുൾ ഓപ്ഷൻ വണ്ടി 14 മോഡല് 1,90,000 രൂപയ്ക്ക് മാക്സിമം നിങ്ങൾക്ക് കുറച്ച് തന്നെയാണ് ഇപ്രാവശ്യം വില ഇട്ടുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞു. 480 എന്നൊക്കെ പറഞ്ഞത് 15 വണ്ടി കേരള വണ്ടിനെ അപേക്ഷിച്ച് നല്ല വില കുറഞ്ഞ തീർച്ചയായിട്ടും പ്രൈസ് തന്നെയാ അല്ലേ? അപ്പൊ എന്തായാലും നിങ്ങൾ മിസ് ചെയ്യണ്ട ഇതൊന്നും. ഈ വിലയും കൂടി കേട്ടെ, ഇതിന് ബാക്കി ചേട്ടാ 5.5 ലക്ഷം രൂപയാണ് സത്യം പറഞ്ഞ കസ്റ്റമർ പറഞ്ഞത്. 5,30,000 രൂപയ്ക്ക് ഈ വണ്ടി ഞാൻ കൊടുത്തേക്കാം. 18-40,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഈ ഒരു ഷോറൂമിൽ നമ്മൾ എപ്പോൾ വന്നാലും നമുക്ക് ഓഫർ ഇല്ലെങ്കിൽ പോലും ഏറ്റവും അധികം ഓഫറിൽ വണ്ടികൾ കിട്ടുന്ന ഒരു സ്ഥലമാണ്. പെരുമ്പാവൂരാണ് വന്നിട്ടുള്ളത്, കാർ ഫോർട്ടിയിലാണ് കേട്ടോ. ഒരുപാടധികം ലോ ബഡ്ജറ്റ് വണ്ടികൾ ഇവിടെ നമുക്ക് എപ്പോഴും കാണാറുണ്ട്. അതുപോലെ തന്നെ മാക്സിമം ഫുൾ ലോണിൽ എടുക്കാൻ പറ്റുന്ന വണ്ടികൾ നമ്മളെല്ലാ എപ്പിസോഡിലും ഒരു 10-15 എണ്ണയിലും മിനിമം കാണിക്കാറുണ്ട്. മെയിനായിട്ട് പറയേണ്ടത് വണ്ടീൻ്റെ ക്വാളിറ്റി തന്നെയാണ്. ആ ക്വാളിറ്റിയുള്ള വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കുകയും ചെയ്യാം. കാരണം ഇവിടെയൊക്കെ ഷോറൂമുകളൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. അത് ഇപ്പം ഇവർ പറയുന്നൊന്നും നോക്കണ്ട കേട്ടോ, നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ എല്ലാ വണ്ടികളും. ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒരുപാട് വണ്ടികളുണ്ട്. ഓഫറുകളുടെ മെയിൻ സ്ഥലമാണല്ലോ ഇത്. അപ്പോൾ ഓണമാകുമ്പോൾ പിന്നെ ഓഫറിന്റെ കാര്യങ്ങൾ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. ബാബുഷേ, വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ വണ്ടികളുണ്ടല്ലേ? തീർച്ചയായിട്ടും ഏറ്റവും കുറേ വണ്ടികളില്ല. നമ്മൾ വണ്ടികൾ കുറച്ച കയറ്റിയ എന്നാൽ ഇവിടെ ഇപ്പൊ ഒരു 10-20 ഒന്നാമത് സ്ഥലത്തിന്റേതായ ഒരു ഇത് പരിമിതി ഉണ്ടല്ലേ? പിന്നെ കച്ചവടത്തിന്റേതായ ഒരു മോശം. അതെ, മാക്സിമം വില കുറച്ച് കൊടുക്കൂലേ? മാക്സിമം വില കുറച്ച് കൊടുക്കാം. ഓണല്ലേ? ഫുൾ ഓണല്ലേ? ഫുൾ ഓണില് മാക്സിമം വില കുറച്ച് കൊടുക്കാം. അതെ, അതും ഇതുപോലത്തെ നല്ല അടിപൊളി വണ്ടികളാണ് കിടക്കുന്ന. എല്ലാം തന്നെ 2 സ്വിഫ്റ്റ് ഉണ്ട്, i20 ഉണ്ട്, അതുപോലെ ഒരുവിധം കുറെ വണ്ടികളൊക്കെ ഉണ്ട്. അതിന്റെയൊക്കെ വിലയൊക്കെ എന്തായാലും നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. കൂടുതലൊന്നും അറിയില്ല. മാക്സിമം ഒന്ന് ഫോളോ ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാം മാക്സിമം. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വണ്ടികൾ നോക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോളൂ കേട്ടോ. തീർച്ചയായിട്ടും. സ്വിഫ്റ്റ് നിങ്ങൾ തുടങ്ങാം അല്ലേ? സ്വിഫ്റ്റ് തുടങ്ങാലോ. എന്നാലും ആദ്യത്തെ വണ്ടി നല്ല അടിപൊളി റെഡ് കളർ സ്വിഫ്റ്റ് എന്ന് കാണിച്ചു തരാം. ഇത് ഡീസലോ പെട്രോൾ VX മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. വണ്ടി ഇത് 2018 വണ്ടി. 18 ആണല്ലേ? മോഡൽ കൂടിയ വണ്ടിയാണ്. 2018 VXi സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കണ ഏകദേശം 44,000 കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസ് ഉള്ള വണ്ടി. ജെന്യുവൻ കിലോമീറ്റർ. അടിപൊളി, വളരെ ലോ കിലോമീറ്റർ തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല സീറ്റ് കവറും കാര്യങ്ങൾ. സീറ്റ് കവർ ചെയ്തില്ല, കമ്പനി സീറ്റാണ്, പക്ഷെ നല്ല വൃത്തിക്കാണ് നിൽക്കുന്നുണ്ട് കേട്ടോ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒരു സാധനമല്ല. ഒരു സാധനം ബമ്പർ 2023 ഷേപ്പിന്റെ ബമ്പറാണ്. പക്ഷെ റീപ്ലേസോ കാര്യങ്ങളൊന്നും വരുത്തിയിട്ട് മാറിയേക്കണല്ല. അതെ അതെ, അവരല്ല ബമ്പർ മാറി എന്ന് പറഞ്ഞാൽ റീപ്ലേസ് ആണ് അർത്ഥം. ഇടിച്ചിട്ടൊന്നും മാറിയതല്ല എന്ന് പറയാം. അങ്ങനെ പറയാം. ഓക്കെ, ഇതൊക്കെ ഹിസ്റ്ററിയിൽ ഷോറൂമിൽ തന്നെ ഉണ്ടാവും അല്ലേ? എല്ലാം അല്ല, ഇത് പുറത്തെ മാറിയേക്കാം. 2,500 2,600 വിലയുള്ളൂ അല്ലേ? പിന്നെ ഒന്ന് പോളിഷ് ഒക്കെ ചെയ്ത് ഒന്നുകൂടി വൃത്തിയാവും അല്ലേ? രണ്ട് കൊടുത്തു വിടുമ്പോ പോളിഷ് കാര്യങ്ങളെല്ലാം ചെയ്ത് പക്ക നീറ്റായിട്ട് നല്ല മുത്ത് പോലെ തിളങ്ങും. തീർച്ചയായിട്ടും. നീ വിലയും കൂടി കേട്ടെ, ഇതിന് ബാക്കി ചേട്ടാ 5.5 ലക്ഷം രൂപയാണ് സത്യം പറഞ്ഞ കസ്റ്റമർ പറഞ്ഞത്. 5,30,000 രൂപയ്ക്ക് ഈ വണ്ടി ഞാൻ കൊടുത്തേക്കാം. 18-40,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള പെട്രോൾ VXi വണ്ടിയാണ്. അത് ഒട്ടും കൂടുതലാന്ന് ഞാൻ പറയില്ല. കാരണം 18 മോഡൽ ന്യൂ ഷേപ്പ് വണ്ടിയും കൂടി അല്ലേ? അതിലെന്തെങ്കിലും കുറയാണ്ടോ? മാക്സിമം കുറച്ചാ പറഞ്ഞത്. കാരണം നമുക്ക് വന്നത് പാർക്ക് ആൻഡ് സെയിലാണ്. നമ്മള് പാർട്ടിയായിട്ട് സംസാരിച്ച് മാക്സിമം വില ചവിട്ടി. കാരണം കച്ചവടം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. കാരണം എല്ലാ വണ്ടികളുടെയും വില മാക്സിമം എത്രത്തോളം കുറയ്ക്കാൻ പറ്റും അത്രത്തോളം കുറച്ചാണ് വെച്ചേക്കണം അല്ലേ? ഓക്കെ, എന്തായാലും 5,30,000 രൂപ 1 രൂപ കയ്യിൽ നിന്ന് കൊടുക്കണ്ട എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഫുൾ ഓണിൽ ഓണത്തിന് എടുത്തുകൊണ്ട് പോകാൻ നല്ല മൈലേജും കിട്ടും. അതുപോലെ തന്നെ സെയിം സാധനം ഓർഡർ ഉണ്ടല്ലോ. ഇതാണെങ്കിലും ഇത് വരുമ്പോ 2019 ഡിസംബർ വണ്ടി. 19 ഡിസംബർ ആണ്. 19 ഒറിജിനൽ ഷേപ്പ് വണ്ടിയാണ് കേട്ടോ, ഒന്നും ചെയ്തിട്ടില്ല. ഇത് ശരിക്കും മോഡി എത്രയാ? സാധനം റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ഫുൾ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ പറയുകയാണെങ്കിൽ VXi തന്നെയാണ്. ഓടിയത് 40 ചില്ലറ തന്നെ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കിട്ടും, വെറുതെ പറയുന്നല്ല കേട്ടോ. ഹിസ്റ്ററി തന്നെയല്ല, കസ്റ്റമറിന് വരാം, വണ്ടി വന്ന് ഓടിച്ചു നോക്കാം, വർക്ക്ഷോപ്പ് കാര്യങ്ങളും കൂടി ചെക്ക് ചെയ്ത് നോക്കാം, ഷോറൂമിൽ കൊണ്ട് ചെക്ക് ചെയ്തു. അതെ അതെ. അപ്പൊ ഇതിന്റെ ഇന്റീരിയർ കാണിച്ചിട്ടില്ല. ഇതിന്റെ ഇന്റീരിയർ ഒക്കെ നമ്മൾ സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം വളരെ കൺസിസ്റ്റന്റ് ആയിട്ടാണ് വണ്ടി ഇട്ടിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ എന്തെങ്കിലും കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ബാബുഷാനെ കോൺടാക്ട് ചെയ്താൽ മതി. 19 മോഡൽ 40 സംതിങ് ഓടിയിട്ടുള്ള കറക്റ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ തരും. ഒരു റീപ്ലേസും ഇല്ല, ക്ലീൻ വണ്ടി. ടയർ ഭാഗങ്ങൾ നല്ല കട്ടയുള്ള ടയറാണ്. എന്ത് വില കൊടുക്കാം? ഇത് കസ്റ്റമർ പറഞ്ഞ റേറ്റ് 5,85,000 രൂപ. ഞാൻ ഇപ്പൊ വീഡിയോക്ക് വേണ്ടി 5,80,000 രൂപ കൊടുത്തേക്കാം. 5,80,000 അല്ലേ? പിന്നെ ആലോചിക്കണം, 19 വണ്ടിയാണ് ആലോചിക്കണം. അതും VXi ആണ്. എല്ലാവിധ ഓപ്ഷൻസും 4 ടയർ അത്യാവശ്യം നല്ല ടയർ. അത് മാത്രമല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ? എടുത്തിട്ട് കസ്റ്റമറിനൊന്നും ചെയ്യണ്ട. അതെ, ഞാൻ ഒരു
ഗ്യാരണ്ടി കൊടുത്തേക്കാം. നല്ല നീറ്റ് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. നിങ്ങൾ നോക്കിക്കോളൂ 580 കൊണ്ടും. അത് i20 ആണെങ്കിലോ i20 2016 മോഡല് ആസ്റ്റ ഓപ്ഷനിലും വണ്ടിയാണ്. പെട്രോളാ? പെട്രോൾ. ആസ്റ്റ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ 6 എയർ ബാഗ് വരുന്ന അല്ലേ, സ്റ്റാർട്ടിങ് എല്ലാ ഫീച്ചേഴ്സും തന്നെ. സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, കമ്പനി സ്റ്റീരിയോ, റിവേഴ്സ് ക്യാമറ എല്ലാം തന്നെ. 85,000 കിലോമീറ്റർ ഓടിയ ഫുൾ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളുള്ള റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. അതെ അല്ലേ. ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല സീറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മെയിൻ ഗ്ലാസ്സിൽ ചെറിയൊരു പൊട്ടലുണ്ട്, ചെറിയൊരു പൊട്ടൽ വന്നിട്ടുണ്ട്. ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് കിടക്കണത്. കസ്റ്റമറിന് വേണം എന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി കൊടുത്തേക്കാം, അല്ല അതിന്റെ നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലെ. 16 മോഡൽ ആസ്റ്റ ഓപ്ഷനിൽ കിലോമീറ്റർ എത്ര പറഞ്ഞാൽ 85,000 കിലോമീറ്റർ അല്ലേ. ഈ ഒരു പൊട്ടൽ വെച്ചാൽ വേറെ ഒരു പ്രശ്നമില്ല. അത് ഒറിജിനൽ ഗ്ലാസ് ആണ്. നിങ്ങളെ കാണിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി ഒറിജിനൽ ഗ്ലാസ്. അത് അങ്ങനെ കാണാനൊന്നും ഉണ്ടാവില്ല ബ്രോ, കാണിച്ചിട്ട് കാര്യമില്ല അല്ലേ. പിന്നെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒരു സാധനമല്ല. ക്ലീൻ വണ്ടി സ്റ്റാർട്ടിങ് തന്നെ ക്ലീൻ വണ്ടി. എന്ത് വില കൊടുക്കാം ഇത്? നമുക്ക് ഓണത്തിന്റെ ഓഫറായിട്ട് 5,10,000 കൊടുത്തേക്കാം. 5,10,000 16 ടോപ്പ് ലോഡ് വണ്ടി കേട്ടോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല പ്രൈസ് റേഞ്ചിൽ തന്നെ നിങ്ങൾക്ക് തരുന്നത്. നല്ല അലവിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതിന്റെ കൂടുതൽ ഫോട്ടോസോ കാര്യങ്ങളോ എന്തെങ്കിലും വേണം, വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ വിളിച്ചാൽ നമുക്ക് വീഡിയോ കോളോ വീഡിയോസ് എടുത്തു കൊടുക്കോ, എന്തുകൊണ്ടും ചെയ്തു കൊടുക്കും. അതെ. ഇനിയിപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരും കേട്ടോ. കാരണം ഞാൻ വീണ്ടും പറയുന്നു, ഇവിടെ ഒന്നാമത് വളരെയധികം സ്ഥലപരിമിതിയുള്ള സ്ഥലമാണ്. പെരുമ്പാവൂർ ടൗണിൽ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് വണ്ടികൾ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ളത്. ഞാൻ ഏതൊക്കെ ഉണ്ടെന്നൊന്ന് കാണിച്ചു തരികയാണ്. നിങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് വാങ്ങിച്ചോളൂ കേട്ടോ. ഒരു പഴയ ഷേപ്പ് i20 ആണെങ്കിലോ? ഫ്ലൂയിഡ് ഷേപ്പ് i20 ഡീസലാണ്. മോഡലോ 2014 സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ഡീസൽ 14 സിംഗിൾ ഓണർഷിപ്പ്. സ്പോർട്സ് ആണ് അല്ലെ. പിന്നെ ഓടിയത് 95,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്ഡേറ്റ് ഫുൾ കമ്പനി സർവീസ്. 1,00,000 വന്ന മേജർ സർവീസ് കഴിഞ്ഞാണല്ലേ. വേറെ അപാകതകളായിട്ട് ഒരു സാധനം റീപ്ലേസ് ഇല്ല. കസ്റ്റമർ വരെ ചെക്ക് ചെയ്ത് പൂർണ്ണ ഇതായിട്ട് എടുത്താൽ മതി അല്ലെ. പിന്നെ മെയിൻ ക്ലാസ് പോലും 2013 അല്ല പറഞ്ഞേ, 14 ഓണർ. അതായത് ഈ ഷേപ്പിലെ ലാസ്റ്റ് വണ്ടി, ഏറ്റവും ലാസ്റ്റ് വണ്ടി അല്ലേ. പ്രൈസ് നമുക്ക് 3,90,000 കൊടുക്കാം. 14 വണ്ടി കുറെ ഉണ്ടോ? എന്തെങ്കിലും ചെയ്ത് കൊടുത്തേക്കാം, തീർച്ചയായും ചെയ്ത് കൊടുക്കാം അല്ലെ. ഡീസലാണ്, 90 ഓടിയിട്ടുള്ളൂ. അതൊക്കെ പ്രോപ്പറാണ്. i20 ആറുകൊണ്ട് ഒട്ടുമിക്ക അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ്. പിന്നെ അതെന്തായാലും സ്പോർട്സ് അല്ലേ പറഞ്ഞത്, എല്ലാ സാധനങ്ങളിലും ഉണ്ടാവും. ഇതിന്റെ ഇന്റീരിയറിന്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ, ഡോർ തുറക്കാൻ ഒരു നിവൃത്തിയില്ല, പിന്നെ അങ്ങനെ അടുപ്പിച്ചിട്ടേക്കണേ. അതുകൊണ്ട് നിങ്ങളൊന്ന് വിളിച്ചാൽ മതി, കംപ്ലീറ്റ് ഫോട്ടോസും ഡീറ്റെയിൽസ് അയച്ചു തരും കേട്ടോ. ഒരു വണ്ടി കാണിച്ചു തരാം. അതുപോലെ തന്നെ KUV K6+ ഹൈബ്രിഡ് ഡീസൽ വണ്ടി 100 ആണ്. ഡീസൽ ആണ്, ഹൈബ്രിഡ് ആണ്. അത് 2020 മോഡലാണ് അല്ലെ. 20 മോഡൽ അല്ല, 20 രജിസ്ട്രേഷൻ അല്ല. 23/3/2020 രജിസ്ട്രേഷൻ ആണ്. K6 എന്ന് പറയുമ്പോൾ ഏറ്റവും ഫുള്ളിന് താഴെയായിട്ട് വരും. അതും ഡീസൽ ഹൈബ്രിഡ്. അതെ, ഡീസൽ ഹൈബ്രിഡ് ആണ് കേട്ടോ. പിന്നെ 20 മേലെ നിങ്ങൾക്ക് കൺഫേം മൈലേജ് കിട്ടും തീർച്ചയായിട്ടും. ഓട്ടം 82,000 കിലോമീറ്റർ. 82 ഓടിക്കുള്ളൂ അല്ലേ. ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം കൊടുക്കാം. അത്യാവശ്യം നല്ല ഹിസ്റ്ററിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ആകെ നിലവിൽ 3 സർവീസാ ചെയ്തിട്ടുള്ളൂ. ബാക്കി കസ്റ്റമർ പുറത്താ ചെയ്യുന്നത്. പക്ഷെ പക്ക കിലോമീറ്റർ ആണ് അല്ലേ. നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഷോറൂമിൽ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഓയിൽ ഫിൽറ്റർ മാറേണ്ട ഒരു കാര്യമുള്ളൂ. പിന്നെ പ്രോപ്പറായിട്ട് അത് ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിക്കോളാം. കിലോമീറ്റർ നിങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം എന്റെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് അടക്കം കയറി വേണ്ടി. 19 വണ്ടി 20 രജിസ്ട്രേഷൻ എത്രയ്ക്ക് കൊടുക്കാം? ഇത് നമുക്ക് 4,20,000 കൊടുത്തേ. 4,20 അല്ലേ. കുറെ ആണുള്ളത്, കുറച്ച് കൊടുക്കൂലേ? തീർച്ചയായിട്ടും. ഫുൾ ലോൺ തന്നെ കേട്ടോ, പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഫുൾ ലോൺ എന്ന് പറയുമ്പോൾ കസ്റ്റമറുടെ പ്രൊഫൈല് കാര്യങ്ങളും ഒക്കെ ആയിരിക്കണം. പിന്നെ ഇവർ മെയിൻ ആയിട്ട് നോക്കണം എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെയാണ്. അതിപ്പോ എല്ലാ വീഡിയോയിലും ഞാൻ പറയാനായിട്ടാണ്, പറഞ്ഞു മടുത്തു. അല്ല, നമുക്ക് ഇത് ഇങ്ങനെ വിളിക്കുമ്പോ പറയണല്ലോ. അതേപോലെ കേട്ട് നിങ്ങൾക്കും മടുത്തു, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പൊ എന്തായാലും നേരത്തെ കാണിച്ച KUV-ന്റെ വലിയൊരു ചേട്ടൻ TUV ആണ് കേട്ടോ. TUV ഏതാ മോഡല്? TUV 2017 മോഡലാണ്. 17 ഓടിയത് 80 ചില്ലറ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ്. 80,000 കിലോമീറ്റർ. T6+ അല്ല, ഏറ്റവും ഫുള്ളിന് നേരെ താഴെ വരും. 80,000 ഒക്കെ പ്രോപ്പർ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല വണ്ടിയാണ്. ഫീച്ചേഴ്സ് എല്ലാം ഫീച്ചേഴ്സ്. സ്റ്റിയറിംഗ് കൺട്രോൾ ഒന്നുമില്ല. എയർ ബാഗ് കാര്യങ്ങളും ഉണ്ട്. AC കാര്യങ്ങളെല്ലാം പക്കയാണ്. ഡീസൽ വണ്ടിയാണ് കേട്ടോ. അതുപോലെ തന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരും. പിന്നെ മെയിൻ ക്ലാസ് ഒന്നും മാറിയില്ലല്ലോ. ഒരു സാധനം റീപ്ലേസ് ഇല്ല. കസ്റ്റമറിന് മഹേന്ദ്രയുടെ ഷോറൂമിൽ കൊണ്ട് ചെക്ക് ചെയ്യാം. അത് എവിടെ വേണേലും ചെക്ക് ചെയ്യാം. ഷോറൂമിൽ വന്നു ബമ്പറിന്റെ അവിടെയൊക്കെ ടച്ചിങ് ആയതുണ്ട്. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇത്ര കിലോമീറ്റർ ഓടുമ്പോൾ എന്തായാലും ടച്ചിങ് പറയണം. അല്ല, ഞാൻ പറഞ്ഞോളൂ. അത് നോർമലി ചിന്തിച്ചാൽ മനസ്സിലാവും എല്ലാവർക്കും. കാരണം കേരളത്തിൽ കിടന്നവർ ഓടുന്ന വണ്ടിക്ക് ബമ്പറിലൊക്കെ സ്ക്രാച്ച് ഇല്ലെങ്കിൽ അത് നുണ പറയാന്നേ പറയുള്ളൂ. തീർച്ചയായിട്ടും. എന്ത് വില കൊടുക്കാം? ഇത് നമുക്ക് ഡീസൽ 4,70,000 കൊടുക്കാം. 4,75. കസ്റ്റമർ 5-10 പറഞ്ഞാണ്. 4,75 ഞാൻ ഈ വണ്ടി കൊടുത്തോളാം. എന്തെങ്കിലും റീപ്ലേസോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനുള്ളും ചെയ്തു കൊടുക്കുക. മോഡൽ 2017 T6+. അത് നല്ലൊരു പ്രൈസ് ആട്ടോ. 4,75 അല്ലേ.
ഓണല്ലേ പിന്നെ അത് ഒട്ടും കൂടുതലാന്ന് പറഞ്ഞില്ല. ഒന്നുമില്ലെങ്കിൽ അത്രയും വലിയൊരു വണ്ടിയല്ലേ നിങ്ങൾക്ക് പെട്രോൾ, അതായത് സ്വിഫ്റ്റിനേക്കാൾ കുറഞ്ഞ പൈസക്കാണ് തരുന്നത്. എർട്ടിക ആണെങ്കിലോ ന്യൂ ഷേപ്പ് എർട്ടിക പെട്രോളോ ഡീസലോ? എർട്ടിക പെട്രോൾ 2019 സ്മാർട്ട് ഹൈബ്രിഡ് വണ്ടിയാണ്. പെട്രോൾ അല്ലേ? ശരിക്കും ഈ ഒരു ഷേപ്പ് വണ്ടി ആൾക്കാർ അന്വേഷിച്ച് നടക്കുന്ന കിട്ടാനില്ല. ഇല്ല, കുറവാണ്. അത്യാവശ്യം നല്ല എൻക്വയറി ഇപ്പൊ തന്നെ ഉണ്ട്. ഓട്ടം 61,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 50 ചില്ലറ വരെ ഷോറൂമിൽ സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള പക്ക ജെന്യൂൻ കിലോമീറ്റർ. നീറ്റ് വണ്ടി അല്ലേ? അതിന്റെ സീറ്റുകളും കാര്യങ്ങളും ഇന്ത്യയിലൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും. മിഡിൽ ഓപ്ഷൻ വണ്ടി ആണെങ്കിൽ പോലും എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും അല്ലേ? അതുപോലെ തന്നെ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് വരും. നല്ല അടിപൊളി ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്ത് പ്രൈസിൽ കൊടുക്കാം? ഇത് നമുക്ക് 8,08,500 ഉദ്ദേശ വീഡിയോക്ക് വേണ്ടി നമുക്ക് 8,35,000 കൊടുത്തേക്കാം. 8,35 അല്ലേ? ഓക്കെ. കസ്റ്റമറുടെ പ്രൊഫൈൽ നല്ലതാണ്. ഫുൾ ഏത് മോഡൽ എന്ന് പറഞ്ഞാൽ 2019 സ്മാർട്ട് ഹൈബ്രിഡ്. 19 പെട്രോൾ സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. അപ്പൊ എന്തായാലും നോക്കിക്കോളൂ. 8,35,000 രൂപ എന്ന് പറഞ്ഞാൽ ഒട്ടും കൂടുതലല്ല. അത് 19 വണ്ടിയും കൂടിയാണ്. അത് 7 സീറ്റർ വണ്ടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. കിലോമീറ്റർ തരും നമ്മൾ പറഞ്ഞാൽ 61,000 കിലോമീറ്റർ നിലവിൽ മീറ്ററിലായിട്ടുണ്ട്. 50 ചില്ലറ വരെ ഷോറൂമിൽ സർവീസ് ഉണ്ട്. സർവീസ് ബുക്ക്, സ്പെയർ കീ കാര്യങ്ങളെല്ലാം കൊടുക്കാം അല്ലേ? ഓക്കെ, അത് നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ നോക്കണേ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വണ്ടിയാണ്. കാരണം ഈ എന്താ പറയുക, മോഡൽ കൂടിയ ഒരു 7 സീറ്ററിൽ ഇത്രയും നല്ല വണ്ടി വേറെ കിട്ടാനില്ല എന്ന് തന്നെ പറയാം. ചെക്ക് ചെയ്തോളൂ, നോക്കിയിട്ട് എടുത്തോളൂ. അതുപോലെ തന്നെ ഒരു അൾട്ടോയും കൂടി കാണിച്ചു. അൾട്ടോ 2020 VXA ഓപ്ഷനിലുണ്ട്. അതായത് എയർ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്ലോക്ക്, എയർ ബാഗ്, പവർ വിൻഡോ കാര്യങ്ങളെല്ലാം. ഇതിവൻ ഇട്ടേക്കണ കോലം കണ്ടോ? ഇതിന്റെ അകത്തോടെ ഒരു ഈച്ചയ്ക്ക് പറക്കാനുള്ള സ്ഥലം പോലും ഇല്ല. പിന്നെ അതുകൊണ്ടാണ് ഇതിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഞാൻ കാണിച്ചത്. ഈ സൈഡിലേക്ക് ഫോട്ടോസ് വേണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. 21 മോഡൽ ഓടി 21 അല്ല 20 മോഡല് 40,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉണ്ട് അല്ലേ? അടിപൊളി. 40,000 കിലോമീറ്റർ വളരെ വളരെ ലോ കിലോമീറ്റർ തന്നെയാണ്. ന്യൂ ഷേപ്പ് വണ്ടിയാണ്. എയർ ബാഗ് വരുന്ന വണ്ടിയാണ് കേട്ടോ. കമ്പനി സർവീസും ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആണ്. അപാകതകളൊന്നുമില്ലല്ലോ. ഒരു സാധനം റീപ്ലേസ് ഇല്ല. ചെറിയ സ്ക്രാച്ചുകൾ മാത്രം. അതെന്തായാലും ഉണ്ടാവും. ഇത് നമുക്ക് എത്ര കൊടുക്കാം? ഇത് നമുക്ക് ഓണത്തിൻ്റെതായിട്ട് 3,40,000 കൊടുത്തു വിടുകയാണ് അല്ലേ? 20 മോഡൽ വണ്ടിയാണ്. 3,40,000 രൂപ. 40,000 കിലോമീറ്റർ മാത്രമേ ഓടിയുള്ളൂ. മിസ് ചെയ്യേണ്ടതൊക്കെ നോക്കി വേം വന്ന് വിളിച്ചോട്ടോ. അത്യാവശ്യം ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇയോണും കൂടി കാണിച്ചു തരാം. ഇയോൺ ഏതാ മോഡൽ? ഇയോൺ 2014 മാഗ്ന പ്ലസ്. 14 മാഗ്ന പ്ലസ്. അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? പിന്നെ ഓട്ടോ ഒക്കെ എത്ര ബ്രോ? 68,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. 68,000 ഓടിയിട്ടുള്ളൂ അല്ലേ? കമ്പനി സർവീസ്. 14 മോഡലാണ്. മാഗ്ന പ്ലസ് ആണ്. പിന്നെ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരും. എല്ലാ സംഭവം വരും കേട്ടോ. പിന്നെ ഇന്റീരിയർ മോശമൊന്നുമില്ല. സീറ്റുകളും കാര്യങ്ങളൊക്കെ കമ്പനി കൊടുത്ത് അങ്ങനെ തന്നെ ഉണ്ട്. ആക്സിഡന്റ് റീപ്ലേസോ കാര്യങ്ങളൊന്നും കയറിയിട്ടൊന്നുമില്ല. നല്ല വണ്ടിയാണ്. നല്ല വൃത്തിയുണ്ട് അല്ലേ? പിന്നെ പ്രൈസ് ആണ് അറിയേണ്ടത്. പ്രൈസ് നമുക്ക് 1,90,000 കൊടുത്തേക്കാം. 14 വണ്ടി അല്ലേ? 14 വണ്ടി മാഗ്ന പ്ലസ്. ഫുൾ ഓപ്ഷൻ വണ്ടി 14 മോഡല് 1,90,000 രൂപയ്ക്ക്. മാക്സിമം നിങ്ങൾക്ക് കുറച്ച് തന്നെയാണ് ഇപ്രാവശ്യം വിലയിട്ടുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോട്ടോ. നല്ല ബഡ്ജറ്റിലുള്ള വണ്ടികൾ എപ്പോഴും കിട്ടൂല. അതൊക്കെ കറക്റ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പക്കയാണല്ലോ അല്ലേ? ഫുൾ കമ്പനി എവിടെ വേണമെങ്കിൽ കൊണ്ട് ചെക്ക് ചെയ്യാം. ധൈര്യമായിട്ട് പോരും. നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളൊരു ലോ കിലോമീറ്റർ ലിവ അല്ലേ? ലിവ ഏതാ മോഡല്? ലിവ 2015 മോഡല് GD ഒറിജിനൽ കേരള വണ്ടി. GD ഒറിജിനൽ കേരള. സിംഗിൾ ഓണർഷിപ്പ്. എല്ലാ സംഭവങ്ങളും പക്കയായിരിക്കും അല്ലേ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പിലേക്കാണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പും കൂടിയാണ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൈലേജിന്റെ രാജാവാണ് അല്ലേ? ഏകദേശം ഒരു 20 പുറത്ത് ട്രാഫിക് തന്നെ സുഖമായിട്ട് കിട്ടും. ഇത് ഡ്യുവൽ ടോൺ ആക്കിയല്ലേ? നമ്മൾ ഡ്യുവൽ ടോൺ ആക്കിയതാണ്. എന്തെങ്കിലും വേറെ അപാകതകൾ പറയാൻ? പ്രൈസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ബമ്പറിന്റെ അവിടെയൊക്കെ ചെറിയ സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് ടച്ച് ചെയ്തു. ഇത് കിലോമീറ്റർ എത്ര പറഞ്ഞേ? 78,000 കിലോമീറ്റർ ഓടി വണ്ടി. 78,000 അല്ലേ? പിന്നെ നമുക്ക് എന്ത് പ്രൈസിന് കൊടുക്കാം? ഇത് നമുക്ക് അയച്ചേട്ടാ ഓണത്തിന്റേതായിട്ട് 4,80,000 രൂപ കൊടുത്തേക്കാം. 15 GD ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള അടിപൊളി. 4,80,000 രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല മൈലേജ് കിട്ടുന്ന പ്ലാറ്റിനം ആക്കിയതാണ് അല്ലേ? വേറെ തട്ടുകുട്ടി മുട്ടിട്ടൊന്നും കാര്യങ്ങളൊന്നുമില്ല. മേജർ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല, വന്നിട്ടില്ല അല്ലെ? അപ്പൊ എന്തായാലും നോക്കിക്കോട്ടെ. നല്ല ക്വാളിറ്റിയുള്ള നീറ്റ് വണ്ടിയാണ്. 480 എന്നൊക്കെ പറഞ്ഞത് 15 വണ്ടി കേരള വണ്ടിനെ അപേക്ഷിച്ച് നല്ല വില കുറഞ്ഞ തീർച്ചയായിട്ടും പ്രൈസ് തന്നെയാ അല്ലെ? അപ്പൊ എന്തായാലും നിങ്ങൾ മിസ് ചെയ്യണ്ട ഇതൊന്നും. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ASR കൂടി കാണിച്ചാൽ. ASR ചെയ്ത മോഡൽ ASR വരുമ്പോ 2009 ആണ്. ടെസ്റ്റ് കഴിഞ്ഞ 5 കൊല്ലത്തെ പുത്തൻ പേപ്പറുണ്ട്. LSA VXI ആണെങ്കിൽ തന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോയും റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. നല്ല സീറ്റ് കവറും ചെയ്തിട്ടല്ലേ? നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. റീപ്ലേസ് എന്നൊരു സാധനം അത് കയറിയിട്ടില്ല. അത് മാത്രമല്ല ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല നീറ്റാണ്. 4 ടയറും അത്യാവശ്യം നല്ല ടയറാണ്. ഒന്ന് ഹെഡ്ലൈറ്റ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ ക്ലീൻ ചെയ്ത് കൊടുത്തേക്കാം. പുറത്തിട്ടേക്കല്ലേ? അതെ. പിന്നെ ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് എല്ലാ സാധനവും വരും അല്ലേ? എല്ലാ സാധനങ്ങളും മെയിൻ ഗ്ലാസ് പോലും മാറാത്ത നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. മെയിൻ ഗ്ലാസിന്റെ സ്റ്റിക്കറുകൾ എല്ലാം കമ്പനി 80,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. എവിടെ ഓടിയിട്ടുള്ളൂ? കസ്റ്റമർ എവിടെ വേണമെങ്കിലും കൊണ്ട് ചെക്ക് ചെയ്തോട്ടെ അല്ലേ?
ഓക്കെ. അപ്പൊ എന്തായാലും വേറെ തട്ടുമുട്ടോ ആക്സിഡന്റോ സ്ക്രാച്ചസ് കാര്യങ്ങൾ 2009 മോഡൽ മേജർ ഒന്നും ഇല്ലല്ലോ, ഒരു സാധനം കയറിയിട്ടില്ല. അടിപൊളി. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. 2009 വണ്ടി നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? 1,25,000 കൊടുത്തേക്കാം. 1,25,000 5 കൊല്ലത്തെ പുത്തൻ പേപ്പറും ഉണ്ട്. അപ്പൊ 5 വർഷം നിങ്ങൾക്ക് ഇനി ഓടിക്കാൻ ഒന്നും പേടിക്കണ്ട. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം പക്കയാക്കിയിട്ട് 1,25,000 കൊടുക്കും അല്ലേ? എന്തെങ്കിലും കുറയ്ക്കാണ്ടെങ്കിൽ കുറച്ച് കൊടുക്കൂലേ? മാക്സിമം ഈ വീഡിയോയിൽ നമ്മൾ എല്ലാ വണ്ടിക്കും റേറ്റ് മാക്സിമം ചവിട്ടുള്ള റേറ്റ് ആയിട്ട്. എന്നാലും നമ്മുടെ റോഡ് മാസ്റ്റർക്ക് കുറച്ച് നീ ആർക്കാ കൊടുക്കുക? എന്തെങ്കിലും ചെയ്ത് കൊടുക്കും. അടിപൊളി. അപ്പൊ എന്തായാലും വന്നോളൂ കേട്ടോ. നല്ല മോഡൽ കൂടി ഒരു അമേസ് നിങ്ങൾ ആരെങ്കിലും വളരെ കുറഞ്ഞ പൈസക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഇതാ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. ചെയ്ത മോഡൽ ബ്രോ 2019 ഡിസംബർ വണ്ടി. 19 ഡിസംബർ. അടിപൊളി. നല്ല വെള്ള കളർ വണ്ടിയാണ്. അമേസ് ആണ്. ഇത് വേരിയന്റ് ഏതാ? SMT 1.2 മിഡിൽ ഓപ്ഷൻ വണ്ടി. അതെ, മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. എസ് വേരിയന്റ് ആണ് കേട്ടോ. അല്ല വീൽസ് കാര്യങ്ങൾ വരില്ല, പക്ഷേ ടയറൊക്കെ അത്യാവശ്യം നല്ല കട്ടയുള്ള ടയർ ഉണ്ട്. അതുപോലെ തന്നെ ഇന്റീരിയർ നല്ല നീറ്റാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒരു സാധനം റീപ്ലേസ് കാര്യങ്ങളൊന്നും. ഓടിയത് 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള ജെന്യുവിൻ വണ്ടി അല്ലേ? അതുപോലെ തന്നെ സീറ്റ് അവരൊക്കെ മാറ്റി ചെയ്താണ്, പക്ഷെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി തന്നെ നിൽക്കുന്നുണ്ട്. ഒരു അപാകത ഇല്ലല്ലോ? ഒരു അപാകതയില്ല. അത്യാവശ്യം വേണ്ട എല്ലാവിധ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്. പെട്രോൾ ആണോണ്ട് പ്രത്യേകിച്ച് മെയിൻ്റെനൻസോ കാര്യങ്ങളൊന്നുമില്ല. അതെ 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 അതെ. പിന്നെ ഹോണ്ടയുടെ വണ്ടിയാണ്. അതെ, ഹോണ്ട. അതായത് ടൊയോട്ട കഴിഞ്ഞാൽ പിന്നെ എഞ്ചിന്റെ കാര്യത്തിൽ ഹോണ്ടയാണ് നമ്പർ 1. ഇത് നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാം ചേട്ടാ? ഇത് നമുക്ക് ഫൈനല് 5.5 ലക്ഷം രൂപ കൊടുത്തത്. 19 ഡിസംബർ വണ്ടി. 19 ഡിസംബർ വണ്ടി നിങ്ങൾക്ക് സിംഗിൾ ഓണർ വണ്ടി 5.5 ലക്ഷം രൂപ കേട്ടോ. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം, നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രൈസിലൊക്കെ ഈ വണ്ടി വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന്. സിംഗിൾ ഓണർ ആണ്, ലോ കിലോമീറ്റർ ആണ്, പിന്നെ ഒരു അപാകത ഇല്ലാത്ത വണ്ടി. ഒരു അപാകതയില്ല. പിന്നെ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ വില കുറച്ചിട്ടത് കച്ചവടം ഇല്ലാത്തതുകൊണ്ടാണ്. അതെ, എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെയ്യാം. വർക്ക്ഷോപ്പ് കാര്യങ്ങളിലെ ഷോറൂമിൽ എവിടെയാന്ന് വെച്ചോണ്ട് ചെക്ക് ചെയ്യാം. ധൈര്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇത് ചെക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇനിയിപ്പോ ഇത് തലകുത്തി വെച്ചിട്ട് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെക്ക് ചെയ്തോ. എന്നിട്ട് നിങ്ങൾ നോക്കി ചെക്ക് ചെയ്യാനുള്ള ദൂരെ നിന്നുള്ളവരാണ് ചെക്ക് ചെയ്യാനുള്ള സൗകര്യവും ചെയ്തു കൊടുക്കുക അല്ലെ? തീർച്ചയായും ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. അപ്പൊ എന്തായാലും നോക്കിക്കോളൂ. 5.5 ലക്ഷം രൂപയ്ക്ക് 19 വണ്ടി. അതുപോലെ തന്നെ നല്ല അടിപൊളി റിക്സ് ഉണ്ടല്ലോ ബ്രോ. ഇതാണെങ്കിലോ 2014 ഡിസംബർ വണ്ടി. 14 ഡിസംബർ ആണ്. ഇത് എത്ര ഓട്ടോ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഡീസൽ VDI 68,000 കിലോമീറ്റർ കമ്പനി സർവീസ്. 68,000 ഓടിയിട്ടുള്ളൂ അല്ലെ? അതുപോലെ തന്നെ ലേശം വൈഡ് ചെയ്തിട്ടുള്ള ടയർ ഉണ്ട്. നല്ല ക്വാളിറ്റി തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അലോവീലുണ്ട്. അലോവീലുണ്ട്. റിവേഴ്സ് ക്യാമറ, സെൻട്രൽ ലോക്ക്, VDI. ഡീസലാണ്. നല്ല മൈലേജും കിട്ടും അല്ലെ? ഇന്ത്യയിൽ നല്ല മൈലേജ് ഇല്ല കേട്ടോ. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഡീസലിലെ ലോ കിലോമീറ്റർ ആണ്. 68,000 കിലോമീറ്റർ കമ്പനി സർവീസ്, 0 ക്ലെയിം വെഹിക്കിൾ. അതെ അല്ലെ? സിംഗിൾ ഓണർ തന്നെയല്ലേ? സിംഗിൾ ഓണർ വണ്ടി. അതെ. ഈ റിച്ച് ഒക്കെ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ആ ഒരു കിലോമീറ്ററിലുള്ള വണ്ടികളൊക്കെ കിട്ടാന്ന് പറയുന്നത് വളരെ റയറാണ്. ഒരു അപാകതയില്ലല്ലോ? ഒരു അപാകതയില്ല. കസ്റ്റമർ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. എന്തായാലും കൊടുക്കാം. ഇത് നമുക്ക് ഫയലിൽ ഒരു 395 കൊടുത്തേക്കാം. 395 മാർക്കറ്റ് വെച്ച് പറയുവാണെങ്കിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. പക്ഷെ വണ്ടി 0 ക്ലെയിം ആണ്. 2014 ഡിസംബർ. 14 ഡിസംബർ അല്ലേ? 395 ആസ്കിംഗ് പ്രൈസ്. അത് എന്തെങ്കിലും കുറയ്ക്കാനുള്ള കുറച്ച് കൊടുക്കും കേട്ടോ. അതിനായിട്ടുള്ളതാണ് ടേക്കൺ അവർ തന്നേക്കാം. പിന്നെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. ലോൺ കയറില്ല മാക്സിമം കസ്റ്റമറുടെ പ്രൊഫൈലും കാര്യങ്ങളും വെച്ച് ഇതിന് ഞാൻ ലോൺ ചെയ്തു കൊടുക്കാം. നോക്കാം. എന്തായാലും ഇത് മിസ് ചെയ്യണോ? ഡീസൽ ലോ കിലോമീറ്റർ വണ്ടി. അതുപോലെ തന്നെ അടുത്തത് നല്ല ചെറിയൊരു വണ്ടി. ഇതാണെങ്കിലോ ഇത് വരുമ്പോ 2019 റെഡിഗോ 19 മോഡലാണ്. റെഡിഗോ ആണ്. ഓടിയതോ 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ഉണ്ട്. 50,000 സിംഗിൾ ഓണർ ആണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒരു സാധനം റീപ്ലേസ് ഇല്ല. ഒരു മീഡിയം ഒരു കസ്റ്റമറിന് അത്യാവശ്യം ലോക്കൽ കറങ്ങി നടക്കാനും ലോങ് പോകണമെങ്കിൽ ലോങ് പോകാനും മെയിൻ്റെനൻസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല വണ്ടി. അതെ അതെ അതെ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും മൈലേജും കിട്ടും. നല്ല മൈലേജ് കിട്ടും. ഏത് ട്രാഫിക്കിലും ഒതുക്കി ഇറങ്ങി. പിന്നെ വേറൊരു കാര്യം പറയാം. ഇപ്പൊ ഇവിടെ ഇത് ഈ റോഡ് സൈഡിൽ പുറത്ത് കിടക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ പൊടിയൊക്കെ കാണുന്നത്. നിങ്ങൾക്ക് തരുമ്പോ അതല്ല ഇങ്ങനെ വെട്ടിത്തിളങ്ങും. പോളിഷ് ചെയ്ത് അതെ, നല്ലോണം ഒരു സെറാമിക് ഒക്കെ ചെയ്ത് കൊടുക്കും. തീർച്ചയായിട്ടും. എന്ത് വില കൊടുക്കാം? ഇത് നമുക്ക് 2,15,000 രൂപ കൊടുത്തേക്കാം. കൂടാതെ ഫുൾ കവർ ഇൻഷുറൻസ് 2.5 ലക്ഷം രൂപ ഐഡിയക്കുള്ള ഫുൾ കവർ ഇൻഷുറൻസ്. ഫുൾ ലോണും കിട്ടും അല്ലേ? ഫുൾ ലോണും ചെയ്തു. ഒന്നും നോക്കാനില്ല. നിങ്ങൾ ആരെങ്കിലും ചെറിയ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നേരെ പോരെ. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ആക്സെന്റ് അല്ലേ? അത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഡീസലില് ബട്ടൺ സെറ്റ് വരുന്ന വണ്ടി. ഇത് എത്രയാ മോഡൽ? ചേട്ടാ എക്സെന്റ് 2014 ഫുൾ ഓപ്ഷൻ വണ്ടി. 14 ഫുൾ ഓപ്ഷൻ അല്ലേ? ഇത് ഡീസൽ എത്ര ഓടിയുണ്ട് ബ്രോ? ഡീസൽ 70,000 കിലോമീറ്റർ. 70,000 കിലോമീറ്റർ ആണ്. നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ അത്യാവശ്യം ടയർ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അലോയ് വീൽസ് ഒക്കെ ഉണ്ട് അല്ലേ? കമ്പനി വിട്ടാണ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാം. ഡീസൽ നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. അതാണ് ഏറ്റവും കൂടുതലായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിന്റെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബട്ടൺ ഷാർട്ട് കാര്യങ്ങളെല്ലാം പക്ക വർക്കിംഗ് ആണ്. ഫീച്ചേഴ്സും വർക്കിംഗ് ആണ്. വണ്ടി നല്ല നീറ്റ് അല്ലേ? ഫ്രണ്ടിൽ കിടക്കണ പൊടി എടുക്കണതിന്റെ പ്രശ്നമുള്ളൂ. ഒന്ന് പോളിഷ് ഒക്കെ ചെയ്താൽ പക്കാവൂലേ? തീർച്ചയായിട്ടും. പിന്നെ എന്ത് വിലക്ക് കൊടുക്കാം ചേട്ടാ? ഇത് നമുക്ക് 2,80,000 രൂപ കൊടുത്തേക്കാം. ശരിക്കും കൊടുത്തേക്കാം. 2,80,000 രൂപയ്ക്ക് നിങ്ങൾക്ക്
നല്ല ക്വാളിറ്റി ഉള്ള ബട്ടൺസ് ആയിട്ട് വരുന്ന 2014 ഡീസൽ വണ്ടി കേരളത്തിൽ വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് അന്വേഷിച്ചിട്ട് വന്നാൽ മതി. ഇത് മിസ് ചെയ്യേണ്ട, ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തു കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു എപ്പിസോഡിൽ അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ നല്ല അടിപൊളി ഒരു അൾട്ടോയും കൂടി കാണിച്ചു തരാം. രാധാമാധവം. കൊള്ളാം, രാധാമാധവം. ഏതാ മോഡൽ? 2019 ലാസ്റ്റ് സെപ്റ്റംബർ വണ്ടി. 19 ലാസ്റ്റ് ആണ്. സിംഗിൾ ഓണർ വണ്ടി. ഏകദേശം 40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 40 ഓടിയിട്ടുള്ളൂ അല്ലേ? കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. 19 വണ്ടിയാണ്, VX ആണ് അല്ലേ? വേറെ എന്തെങ്കിലും അപാകതകൾ? റീപ്ലേസോ കാര്യങ്ങളൊന്നും കയറിയിട്ടൊന്നും. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി അല്ലേ? അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി. അതുപോലെ തന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട്. പിന്നെ ചെറിയൊരു സ്റ്റീരിയോ ഉണ്ട്, ബ്ലൂടൂത്ത് ഒക്കെ കണക്ട് ചെയ്യാം. സ്റ്റീരിയോ ആണ്. എന്ത് വിലക്ക് കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 2,95,000 കൊടുക്കാം. 19 വണ്ടി. 2,95,000 19 വണ്ടി അല്ലേ? അത് കുറയാനുള്ളത് കുറച്ച് കൊടുക്കുമോ? തീർച്ചയായിട്ടും. ഓണമൊക്കെ ആണല്ലേ? അതെ, അടിച്ചു കയറി. നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് എല്ലായിടത്തും ഉണ്ടാവും. അപ്പൊ 2,95,000 2019 വണ്ടി, ലോ കിലോമീറ്റർ. അതുപോലെ തന്നെ ഒരു വണ്ടിയും കൂടി ഉണ്ടല്ലോ, ഇതാണെങ്കിലോ? ഇത് വരുമ്പോ 2017 ലാസ്റ്റ് വന്ന VXI വണ്ടി. 2017 ലാസ്റ്റ് സിംഗിൾ ഓണർ വണ്ടി. ഇതും 38,000 കിലോമീറ്റർ ഓടി. 52,000 കിലോമീറ്റർ. 52,000. മോഡൽ ഏതാ പറഞ്ഞത്? 2017 ലാസ്റ്റ്. 17 ലാസ്റ്റ് അല്ലേ? അത്യാവശ്യം വണ്ടി വൃത്തി ഒക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും മോശമൊന്നുമില്ല. പിന്നെ ഈ ഹൈവേ സൈഡിലായതുകൊണ്ട് ഈ മേനകട്ട കുറെ ചെങ്ങായിമാരുണ്ട്, അടിച്ച് പിടിച്ച ഹോണിന്ന് അങ്ങോട്ട് വിടൂല, പ്രാന്തായി പോകും. അജയ് ടീമാട്ടോ. അതെന്തായാലും സൗണ്ടിന്റെ കാര്യത്തിലൊക്കെ വല്ല ബുദ്ധിമുട്ടുണ്ട്, ദയവായി ക്ഷമിക്കണം. ഇന്റീരിയർ മോശമൊന്നുമില്ല അല്ലേ? ഒരു സാധനമില്ല. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ എത്ര പറഞ്ഞു? 52,000. 52,000. ഇത് നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്ക് 2,75,000 രൂപയ്ക്ക് കൊടുത്തേക്കാം. 2,75,000 രൂപയ്ക്ക് 2010 ഫുൾ ലോണില് 2017 VXI ഉണ്ട്. 17 VXI അല്ലേ? അതും 50 സംതിങ് ഓടിയിട്ടുള്ളൂ. 1 രൂപ മുടക്കേണ്ട, നിങ്ങൾക്ക് ഫുൾ ലോണും കിട്ടും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്, നല്ല നീറ്റ് ആണ്. അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത്. ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന നല്ല വൃത്തിയുള്ള ഒരു വണ്ടി കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ പെരുമ്പാവൂര് MC റോഡിൽ അല്ലേ, ടൗണിൽ നിന്ന് 1.5 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന നമ്മുടെ കാർപോട്ടിയിലെ വാഹനങ്ങൾ ഡീറ്റെയിൽസ് ആണ് കാണിച്ചത്. ഒരുവിധം എല്ലാ വണ്ടികളും നിങ്ങൾക്ക് ഫുൾ ലോണിലേക്ക് എടുക്കാൻ പറ്റുന്ന ഒരുപാട് വണ്ടികളുണ്ട്. ഓണമൊക്കെയാണ്, മാക്സിമം വില കുറച്ചാണ് എന്തായാലും ഇട്ടിട്ടുള്ളത്. അപ്പൊ എന്തായാലും ആർക്കെങ്കിലും നല്ല വണ്ടികളൊക്കെ എടുക്കാൻ താല്പര്യം ബാധിച്ചാൽ കോൺടാക്ട് ചെയ്തോ, നമ്പർ വെച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ ഒന്നും പറയാനില്ല. എല്ലാവർക്കും എന്റെയും കാർ സ്പോട്ടിയുടെയും ഓണാശംസ. അടിപൊളി. അപ്പൊ എന്തായാലും നല്ല വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ഓണത്തിന് മാക്സിമം ഓഫറിൽ കിട്ടുന്ന ഇതൊന്നും കളയരുത്, നോയിക്കോളൂ. ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. കുറച്ചധികം റീൽസ് സെപ്പറേറ്റ് വന്നിട്ടുണ്ട്. ഇതിൽ കാണിക്കാൻ പറ്റാത്ത വണ്ടികളുടെ എല്ലാം റീൽ ഇട്ടിട്ടുണ്ട്, കയറി കണ്ടോളൂ. അപ്പൊ വൈൻഡ് അപ്പ് ചെയ്തേക്കാം അല്ലേ? തീർച്ചയായിട്ടും. അടുത്തൊരു കിട്ടുന്ന വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.